Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. Amazfitന്റെ ഒരു വലിയ ബോക്സ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഈ ബോക്സിൽ വരുന്നതെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഗിവ് അവേനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാര്യങ്ങൾ ഞാൻ പറയാം. എന്തായാലും ഈ ബോക്സിന്റെ ഓപ്പണിംഗ് ഞാൻ ഇനി കാണിക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റൊരു ബോക്സ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയ ബോക്സ്. ഈ ബോക്സ് നമ്മൾ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അൺബോക്സിംഗ് നമ്മുടെ മെയിൻ PrathapGtech എന്ന ഈ ചാനലിൽ വരുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ഈ ബോക്സിൽ, നമ്മൾ അതാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, നല്ല ക്വാളിറ്റി പ്രീമിയം ബോക്സ് തന്നെയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് Amazfit അപ്പ് യുവർ ഗെയിം. പിന്നെ ഈ കാണുന്നതാണ് Amazfitന്റെ പുതിയ ലോഗോ, ബ്രാൻഡ് ന്യൂ ലോഗോ. വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലോഗോ? പ്രീമിയം സെഗ്മെന്റിൽ പെട്ട ഒരു വാച്ചാണ്. ഈ ഒരു വാച്ച് തന്നെയാണ് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രീമിയം വാച്ച് ഗിവ് അവേ ആയിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് വാച്ച് ഇവിടെ കാണാം. നല്ല ക്ലീൻ പ്രീമിയം വാച്ച് തന്നെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഈ ബോക്സിനകത്ത് വേറെ കുറച്ച് ഡോക്യുമെന്റേഷൻ വരുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ചാർജറും വരുന്നുണ്ട്. നമുക്കിതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. വാച്ചിലേക്ക് വരാം. ഇതാണ് GTR 3 എന്ന് പറയുന്ന Amazfitന്റെ പുതിയ വാച്ച്. ഇതിന്റെ ഒപ്പം വേറെ 2 എണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. GTS 3 എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഷേപ്ഡ് വാച്ചും പിന്നെ ഇതിന്റെ തന്നെ പ്രോ വെർഷൻ GTR 3 പ്രോ വെർഷനും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്നത് GTR 3 ആണ്. ഇതാണ് ഈ ഒരു പ്രീമിയം വാച്ച് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബട്ട് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം നല്ലതാണ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ എത്രത്തോളം യൂസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു വാച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഈ പ്രീമിയം ഡിസൈൻ തന്നെയാണ്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതുപടി തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ തന്നിട്ടുണ്ട് ഈ ഒരു വാച്ച്. 1 by 1 ആയിട്ട് പറയാം. ആ വീഡിയോ കണ്ടിട്ടല്ലേ ഞാൻ കണ്ടു നോക്കുക. അത് കണ്ടിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് സ്മാർട്ട് വാച്ച് ബൈയിങ് ഗൈഡ് എന്ന് പറയുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ്. സംശയമുള്ളവരാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വന്നു. ഈ ഒരു വാച്ചിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ 1.39 ഇഞ്ച് വരുന്ന റൗണ്ട് ഡിസൈൻ ആണ്. അതും കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 326 ppi, 66% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, 1000 nits ബ്രൈറ്റ്നസ്, എയർക്രാഫ്റ്റ് അലുമിനിയം അലോയ് ഫ്രെയിമും കാര്യങ്ങളും വരുന്ന സ്ലീക്ക് ആൻഡ് സ്ലിം ഡിസൈനിലാണ് ഈ ഒരു വാച്ച് വരുന്നത്. നല്ല ക്ലാസിക് ലുക്ക്, അതിൻ്റെ ഒപ്പം തന്നെ ടോപ്പ് നോച്ച് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരിക. ഈ ഒരു ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളിൽ, അതും നല്ല പ്രൈസ് കൂടിയ സ്മാർട്ട് ഫോണുകളിൽ മാത്രം കാണുന്ന ഒരു ബ്രൈറ്റ്നസ് ലെവലാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വരെ ഒരു ഇഷ്യൂ ഇല്ലാതെ നൈസായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം. നല്ല ബ്രൈറ്റ് ആയി ഡിസ്പ്ലേ ആണ്, ആമോലെഡ് ഡിസ്പ്ലേ ആണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാ സമയത്തും കൃത്യമായിട്ട് സമയം കണ്ടുകൊണ്ടിരിക്കാനുള്ള സംവിധാനം ഇതിനകത്ത് ഉണ്ടെന്ന് സാരം. വാച്ച് ഫേസുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്ന പോലെ തന്നെ പല തരത്തിലുള്ള വാച്ച് ഫേസുകളുണ്ട്. നമുക്ക് നോർമലി ക്ലാസിക് വാച്ചിന്റെ സ്റ്റൈലിലുള്ള വാച്ച് ഫേസുകൾ ഇടാം. അതല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ സ്റ്റൈലിലുള്ള വാച്ച് ഫേസുകൾ, അതും നല്ല ക്വാളിറ്റിയുള്ള റിച്ച് ആയ വാച്ച് ഫേസുകൾ തന്നെയുണ്ട്. ഇത് കൂടാതെ ആനിമേറ്റഡ് വാച്ച് ഫേസുകളും നമുക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ആനിമേഷനൊക്കെ. ഈ തരത്തിലുള്ള വാച്ച് ഫേസുകളും ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. സോ വാച്ച് ഫേസുകൾ പല തരത്തിലുള്ള ആനിമേഷൻ അടക്കമുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നല്ല ലുക്കിൽ നമുക്ക് എപ്പോഴും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. നല്ല ഫ്രഷ് ഫീൽ നമുക്ക് എപ്പോഴും ഈ ഒരു വാച്ച് ഉപയോഗിക്കുമ്പോൾ കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരാം. ZOS എന്ന് പറയുന്ന അവരുടെ പുതിയ OS സംവിധാനമാണ്. വളരെ സ്മൂത്തായ ഒരു OS ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് ഒരു ടാപ്പിൽ തന്നെ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം സ്മൂത്ത് ആയിട്ട് അത് പോകുന്നുണ്ടെന്ന്. ഓൾറെഡി നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. ഡിസ്പ്ലേയിലൂടെ നമുക്ക് കൈകൊണ്ട് നാവിഗേറ്റ് ചെയ്യാം. ഫുൾ ടച്ച് ഡിസ്പ്ലേ തന്നെയാണ്. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. വേണമെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ക്രൗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. ക്രൗൺ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ മെനുവും അടുത്തതിലേക്ക് മാറുമ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ ഫീഡ്ബാക്ക് കിട്ടും. സോ അതുകൊണ്ട് തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൗൺ ഉപയോഗിച്ചുകൊണ്ടും നാവിഗേറ്റ് ചെയ്യാം. ബട്ട് ഞാൻ കൂടുതലും ടച്ചാണ് ഉപയോഗിക്കുന്നത്. ക്രൗൺ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ക്രൗൺ ഉപയോഗിക്കാം. റൈറ്റ് സൈഡിലെ ടോപ്പ് സൈഡിലുള്ള ക്രൗൺ ആണ് ഈ നാവിഗേഷൻ ഉപയോഗിക്കുന്നത്. താഴത്തെ ക്രൗൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്താൽ നമ്മുടെ എക്സസൈസ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരും. ഞാനിവിടെ മ്യൂസിക് ആണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന മ്യൂസിക് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. അതൊരു ഷോർട്ട് കട്ട് കീ എന്ന് പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതി ആ ബട്ടണിൽ കൊടുക്കുക. പിന്നെ ഈ OSനകത്ത് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലി പോസിബിൾ ആണ്. ടോപ്പ് സൈഡിൽ നിന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ സെന്റർ ആണ്. നോർമലി വേണ്ടുന്ന എല്ലാ കൺട്രോൾസും നമുക്ക് അവിടെ കാണാം. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ആമസോൺ അലക്സയുടെ സംവിധാനമുണ്ട്. അലക്സയൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വാച്ചിൽ ടച്ച് ചെയ്യാതെ തന്നെ ആമസോൺ അലക്സയിലൂടെ നമുക്ക് പോസിബിൾ ആണ്. സോ ആ വോയിസ് അസിസ്റ്റന്റും ഇതിനകത്ത് വരുന്നുണ്ടെന്ന് സാരം.
അത് കൂടാതെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വെതറും കാര്യങ്ങളും കാണാം, ഫോർകാസ്റ്റ് കാര്യങ്ങൾ, വെതറിന്റെ ഫോർകാസ്റ്റും കാര്യങ്ങളും കാണാം, പായ് ഹെൽത്ത് സംവിധാനവും നമുക്ക് കാണാം. ഇത് കൂടാതെ റൈറ്റ് സൈഡിൽ നമുക്ക് ടൈലുകൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഹെർട്ട് റേറ്റിന്റെ കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്, ഒരു ടൈല്. അതേപോലെ അടുത്തത് വെതറിന്റെ കാര്യങ്ങൾ. അങ്ങനെ ഒട്ടനവധി ടൈലുകൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലീപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വോയിസിനകത്ത് പോസിബിൾ ആണ്. വളരെ കൺവീനിയന്റ് ആയ നല്ല രീതിയിലുള്ള ഒരു വോയിസും കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആപ്പിലും പറ്റും. സെപ്പ് ആപ്പ് എന്ന് പറയുന്ന അവരുടെ ആപ്പിനകത്ത് ഇതെല്ലാം കുറച്ചും കൂടി വിശാലമായ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അതിനകത്ത് നിങ്ങൾക്ക് കാണാം. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വാച്ച് ഫേസുകളാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേപോലെ സ്ലീപ്പ് ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് വിശദമായിട്ട് തന്നെ കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ഹാർട്ട് റേറ്റും എല്ലാ കാര്യങ്ങളുടെയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ നിങ്ങൾക്ക് ഈ ഫോണുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ വരുന്ന ഹെൽത്ത് സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബയോ ട്രാക്കർ 3.0 വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ്, ഓൾ ഡേ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കാര്യങ്ങളും പോസിബിൾ ആണ്. ബ്ലഡ് ഓക്സിജൻ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. സ്ട്രെസ് ലെവൽ മോണിറ്ററിംഗ് ഉണ്ട്. ബ്രീത്തിങ് റേറ്റ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. മെൻസ്ട്രൽ സൈക്കിള്, ഓവുലേഷൻ പ്രിഡിക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, സ്ലീപ്പ് മോണിറ്ററിംഗ് കാര്യങ്ങൾ, ഇതെല്ലാം വളരെ നീറ്റ് ആയിട്ട് നമുക്ക് ഈ വാച്ചിലൂടെ ചെയ്യാൻ സാധിക്കും. 150-ൽ പരം എക്സസൈസുകളും നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. പലതരത്തിലുള്ള വർക്കൗട്ട് മോഡുകൾ 150ഓളം വരുന്നുണ്ട്. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നമുക്ക് നൈസായിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ ഈ വക എല്ലാ തരത്തിലുള്ള ഹെൽത്ത് പരമായ സംവിധാനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇതിന്റെ ബാറ്ററിയിൽ കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകം 21 ദിവസം വരെയാണ് ഇതിന്റെ ബാറ്ററി ലൈഫ് പറയുന്നത്. ഒരു മിനിമം യൂസ് ആണെങ്കിൽ 21 ദിവസം വരെ നമുക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്. സോ ബാറ്ററി ലൈഫ് ഈ വാച്ചിനെ സംബന്ധിച്ച് ഒരു ഇഷ്യൂവേ അല്ല. 450 mAh ആണ് ബാറ്ററി വരുന്നത്. സോ നല്ലൊരു ബാറ്ററി ലൈഫും കാര്യങ്ങളും ഈ ഒരു വാച്ചിനുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പീക്കർ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കോള്, മ്യൂസിക് സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോ വെർഷൻ എടുക്കണം. പ്രോയിൽ അതെല്ലാം ഉണ്ട്. അതായത് സ്പീക്കർ, ബ്ലൂടൂത്ത് കോള്, മ്യൂസിക് സ്റ്റോറേജ്, വൈഫൈ, ഇതെല്ലാം പ്രോയിൽ അവൈലബിൾ ആണ്. പ്രോ വേണമെങ്കിൽ നിങ്ങൾക്ക് GTR 3 പ്രോ എടുക്കാം. ഇത് ആ വക സംവിധാനങ്ങളൊന്നുമില്ല. ബാക്കി നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒപ്പം ഈ ഒരു പ്രീമിയം ലുക്കും വരുന്നത്. ഈ ഒരു വാച്ച് എന്തായാലും പക്ക പ്രീമിയം സെറ്റപ്പ് തന്നെയാണ്. കാണാനും കയ്യിൽ കെട്ടാനും ഒക്കെ വളരെ റിച്ച് ആയിട്ടുണ്ട്. ഈ ഒരു വാച്ചിന്റെ പ്രൈസ് 12,999 രൂപയാണ്. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കൂടിയ ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക് സ്റ്റോറേജും കോളം, സ്പീക്കർ, എല്ലാ സംവിധാനങ്ങളും ഉള്ള വാച്ച് പ്രോ വേരിയന്റ് ആണ്. അതിന് വന്നിട്ട് 17,999 വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്തായാലും ഇത് നമ്മൾ ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. കാരണം ഓൾറെഡി നമുക്ക് വാച്ച് ഇവിടെ ഉണ്ടല്ലോ. GTR 2 ഒക്കെ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇത് GTR 3 ആണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഗിവ് അവേ ആയിട്ട് തരുവാണ്. ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. വേറെ ഒന്നുമില്ല, അവരുടെ ലോഞ്ച് ഇവന്റ് കാണുക. അതിനകത്തൊരു ബിഗ് അപ്ഗ്രേഡ് പറയുന്നുണ്ട്. എന്താണ് ആ ബിഗ് അപ്ഗ്രേഡ്? ആ സംഭവം നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റയിൽ കമന്റ് ചെയ്താൽ മതി. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു ചോദ്യത്തിന്റെ ആൻസർ, ഒരു ലൈക്ക്, ഒരു ഷെയർ. സോ അങ്ങനെ വിന്നറാവുന്ന ആൾക്ക് നമ്മൾ ഇത് അയച്ചു തരികയും ചെയ്യും. സോ വളരെ ഈസി ടാസ്ക് ആണ്. എല്ലാവരും ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.